ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിച്ച് പേൾ സ്റ്റോക്സ്. നമുക്കിന്ന് പ്യുർ ജോർജറ്റിൽ വരുന്ന പുതിയൊരു വെർഷൻ കാണാം കേട്ടോ. ത്രൂ ഔട്ട് എംബ്രോയിഡറി വർക്കും ചെറിയ ചെറിയ സീക്വൻസ് ഒക്കെ ആയിട്ടുള്ള പ്യുർ ജോർജറ്റിൽ ബാറ്റിക് പ്രിന്റ് വരുന്ന സെറ്റുകൾ തന്നെയാണ്. നമ്മൾ പ്യുർ ജോർജറ്റിന്റെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സെറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല എൻക്വയറിയാണ്, നല്ല ഫീഡ്ബാക്ക് ഉള്ള സെറ്റുകളാണ് ഇതെല്ലാം. ഹാൻഡ് വർക്ക് വരുന്നതുണ്ട്. ഇനി ഹാൻഡ് വർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നോർമൽ എംബ്രോയിഡറി വർക്ക്, ചെറിയ എംബ്രോയിഡറി വർക്ക് വരുന്ന സെറ്റുകളുണ്ട്. എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യണം ഈ സെറ്റുകളെല്ലാം. കാരണം ചെറിയൊരു ഷ്രിങ്കിങ് ആ ഫസ്റ്റ് ടൈം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും എത്ര നാൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നന്നായി ലാസ്റ്റ് ചെയ്യുന്ന സെറ്റുകളാണ്. ഓരോന്നായി കാണാം. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഷെയ്ഡിനോട് ചേർന്ന നല്ലൊരു കുറച്ചും കൂടെ ടോൺ കയറി പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയാം ഷെയ്ഡാണ്. ത്രൂ ഔട്ട് ബാറ്റിക് പ്രിന്റും വരുന്നുണ്ട്. ത്രൂ ഔട്ട് ഇതുപോലെ ചെറിയൊരു എംബ്രോയിഡറി വർക്കും പോകുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കാണില്ല, മൈന്യൂട്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ചെറിയൊരു ഷൈനിങ് ഇഫക്റ്റ് വരുന്ന ഇതാണ്, ടോപ്പ് മെറ്റീരിയൽ ആണ്. ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് പ്ലസ് സീക്വൻസ് വർക്ക് വരുന്നത്. ബാക്ക് സൈഡ് വരുമ്പോൾ ഈ ഒരു ബാറ്റിക് പ്രിന്റോട് കൂടിയ പ്യുർ ജോർജറ്റ് ആണ് കേട്ടോ. സെറ്റ് 2.5 2.6 ഒക്കെ അപ്രോക്സിമേറ്റ് നമുക്ക് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട്. ദുപ്പട്ട വരുന്നത് ഷിഫോൺ ആണ് കേട്ടോ. ഈ ഒരു ബാറ്റിക് പ്രിന്റോട് കൂടിയ നല്ല സോഫ്റ്റ് ഷിഫോൺ ഫാബ്രിക് ആണ് ചേർന്ന് കിടക്കുന്നത്. അതും നല്ല ലെങ്ത് വരുന്നുണ്ട്. 2.4 2.5 ഒക്കെ ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ടയും. ബോട്ടം വരുന്നത് സോഫ്റ്റ് ഷാൻഡൂൺ ആണ്. ഈ സെറ്റിലൊക്കെ വരുന്ന ഈ ഷാൻഡൂൺ കുറച്ചും കൂടി സോഫ്റ്റ് ആണ് കേട്ടോ. കുറച്ചും കൂടെ ക്വാളിറ്റി ബേസ്ഡ് മെറ്റീരിയൽ ആണ് ഈ ഒരു ബോട്ടം പീസ് വരുന്നത്. ഇങ്ങനെയാണ് ഓവറോൾ വ്യൂ. പ്രൈസ് ചെയ്യുന്നത് 1750 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ്. ഇതിലും ഇങ്ങനെ തന്നെ ബാറ്റിക് പ്രിന്റും ഒപ്പം തന്നെ ഒരു എംബ്രോയിഡറി വർക്കും ചെറിയ ചെറിയ മൈന്യൂട്ടാണ്. ചെറിയ സീക്വൻസും ത്രൂ ഔട്ട് പോകുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷൻ ഫുൾ ഇങ്ങനെ തന്നെയാണ്. ബാക്ക് സൈഡിൽ ഈ വർക്ക് വരില്ല, പക്ഷെ ബാറ്റിക് പ്രിന്റോട് കൂടിയിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇങ്ങനെ വരും. ഈ ബാറ്റിക് പ്രിന്റ് പോകുന്നുണ്ട് ബാക്ക് സൈഡിൽ. എംബ്രോയിഡറി വർക്ക് ഇല്ലാത്ത പാറ്റേൺ ആണ് ബാക്ക് വരുന്നത്. ദുപ്പട്ട നോക്കി, നല്ല ഷിഫോൺ ദുപ്പട്ട, ബാറ്റിക് പ്രിന്റോട് കൂടിയ സോഫ്റ്റ് ആണ് ചേർന്ന് കിടക്കുന്ന ദുപ്പട്ട. നല്ല ലെങ്ത്തും 2.5 മീറ്റേഴ്സ് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ. ടോപ്പും ദുപ്പട്ടയൊക്കെ ലെങ്ത് ഉണ്ട്. ബോട്ടം സോഫ്റ്റ് ഷാൻഡൂണിൽ സെൽഫ് ഷെയ്ഡാണ്. പ്രൈസ് ചെയ്യുന്ന 1750 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ഷെയ്ഡിൽ ഇതുപോലെ തന്നെ വർക്ക് ഒക്കെ സെയിം ആണ്, ഷെയ്ഡ് മാത്രമാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. ഫ്രണ്ട് സൈഡിൽ എംബ്രോയിഡേർഡ് ആണ്, ചെറിയ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ട നല്ല സോഫ്റ്റ് ഷിഫോൺ ദുപ്പട്ട, ലെങ്ത് നന്നായിട്ടുണ്ട്. ടോപ്പും ദുപ്പട്ടയും നമുക്ക് 2.5 അപ്രോക്സിമേറ്റ് കിട്ടുന്നുണ്ട്. ചെറിയ ചേഞ്ചസ് ഓരോ സെറ്റിൽ ഉണ്ടായിരിക്കും, അത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ. ബോട്ടം പീസ് വരുന്നത് സോഫ്റ്റ് ഷാൻഡൂൺ തന്നെയാണ്. വെബ്സൈറ്റിൽ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ഡയമെൻഷൻസ് ഒന്ന് നോക്കിക്കോളൂ. ചിലതിൽ ചെറിയ ചേഞ്ചസ് കാണാം. അപ്രോക്സിമേറ്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. പ്രൈസ് വരുന്ന 1750 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ ബ്ലൂ ഷെയ്ഡാണ്. നല്ലൊരു സിയാൻ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ നല്ല പ്യുർ ബാട്ടിക്കും ഒപ്പം തന്നെ എംബ്രോയിഡേർഡും വരുന്നുണ്ട്. ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ഷിഫോൺ ദുപ്പട്ട. ബോട്ടം പീസ് വരുന്നതും സോഫ്റ്റ് ഷാൻഡൂൺ ആണ്. പ്രൈസ് സെയിം തന്നെ 1750 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ നല്ലൊരു ബീട്രൂട്ട് വൈൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഡാർക്ക് ഷെയ്ഡ്സും ലൈറ്റ് ഷെയ്ഡ്സും ഒക്കെ വരുന്നുണ്ട്. പ്യുർ ജോർജറ്റ് സെറ്റുകൾ നമുക്ക് ശരിക്കും വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു യൂണീക്കാണ്, നല്ല ഭംഗിയാണ്, കംഫർട്ടബിൾ ആണ്. ദുപ്പട്ട ഇങ്ങനെ ഷിഫോൺ ദുപ്പട്ടയില് ബാറ്റിക് പ്രിന്റ് ആണ്. സെയിം കളർ തന്നെയാണ് സോഫ്റ്റ് ഷാൻഡൂൺ ബോട്ടം പീസ് വരുന്നത്. പ്രൈസ് സെയിം തന്നെ. നെക്സ്റ്റ് വൺ ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. പ്യുർ ജോർജറ്റിൽ തന്നെ ബാറ്റിക് പ്രിന്റും എംബ്രോയിഡറിയും വരുന്ന സെറ്റുകളാണ്. ചെറിയ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് ഒക്കെ ലൈറ്റ് അടിച്ചാൽ മാത്രം അത് ചെറിയൊരു ഷൈനിങ് വരുന്നത്. ദുപ്പട്ട സോഫ്റ്റ് ഷിഫോൺ ദുപ്പട്ടയാണ്. ബോട്ടം പീസ് വരുന്നതും സോഫ്റ്റ് ഷാൻഡൂൺ ആണ്. പ്രൈസ് ചെയ്യുന്ന 1750 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിൽ ഇതുപോലെ തന്നെ എല്ലാം ഇന്നത്തെ സെയിം പാറ്റേൺസ് ആണ്, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്യുർ ഷിഫോൺ ജോർജറ്റിൽ വരുന്ന സെറ്റുകളാണ്. ഫസ്റ്റ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാന്ന് പറഞ്ഞ് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഷ്രിങ്കിങ്ങും ഉണ്ടാവില്ല. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. പിന്നെ ഇങ്ങനത്തെ സെറ്റുകൾക്കൊക്കെ നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് നോർമൽ നമ്മുടെ യൂസിൽ കളർ ഗാർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും കളേഴ്സ് പോവില്ല. കാരണം ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ആകുമ്പോൾ അതെല്ലാം ഡൈയിങ് ആയതുകൊണ്ട് കളർ ചെറുതായിട്ട് ബ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതും ഒന്ന് ശ്രദ്ധിക്കാം. ദുപ്പട്ട ഇതുപോലെ സോഫ്റ്റ് ഷിഫോൺ ദുപ്പട്ടയാണ്. ബോട്ടം പീസ് വരുന്നത് സോഫ്റ്റ് ഷാൻഡൂൺ ആണ്.
പ്രൈസ് സെയിം തന്നെ 1750 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ജോർജറ്റിന്റെ കാറ്റഗറിയിൽ വരുന്ന ലാസ്റ്റ് സെറ്റ് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്, ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന സെറ്റ് കേട്ടോ. ഇതുപോലെ തന്നെ ബാട്ടിക് പ്രിന്റും ചെറിയ എംബ്രോയിഡറി വർക്കും ചെറിയ സീക്വൻസ് വർക്കും ത്രൂ ഔട്ട് ബോഡിയിൽ പോകുന്നുണ്ട്. ദുപ്പട്ട നല്ല സോഫ്റ്റ് ഷിഫോൺ ദുപ്പട്ടയാണ്. നമ്മളിന്ന് കാണിച്ച എല്ലാ സെറ്റുകളും ഇതേ കാറ്റഗറി തന്നെയാണ് കേട്ടോ, കളർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് റേഞ്ച് വരുന്നതും 1750 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൂടുതൽ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഒന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്തെങ്കിലും ഇപ്പോൾ ചിലവർക്ക് 2.5 തന്നെ നിർബന്ധം വേണം എന്നുള്ളവർക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക, അപ്പോൾ അവരൊന്നും കൂടെ ഒന്ന് മെഷർ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ കുറേ സെറ്റുകൾ ഒരുമിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാ ഡയമെൻഷൻസും കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല, അപ്രോക്സിമേറ്റ് ആണ് നമ്മൾ പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.